പ്രൈസ് ദി ലോർഡ്. ഈ ഉച്ചകഴിഞ്ഞ സമയത്തിൽ ഈ കൺവെൻഷൻ്റെ വേദിയിൽ ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ കർത്താവ് തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ശുശ്രൂഷകളുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദേവദാസനും മറ്റ് കൗൺസിൽ മറ്റ് നേതൃത്വ നിരയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദേവദാസന്മാരെയും പ്രത്യേകാൽ യേശു ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൽ ഭാഗമായി കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എല്ലാ മാന്യരായ ദൈവദാസന്മാരെയും ഈ സമയം ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ശിശുക്കൾ വരുന്ന ഒരു സമയത്ത് ശിഷ്യന്മാർ അതിങ്ങനെ തടഞ്ഞപ്പം യേശു അവരോട് പറഞ്ഞൊരു വാക്കാണ്, അവരെ തടയരുത്, അവരെ എൻ്റെ അടുക്കലേക്ക് വരാൻ വിടണം. കാരണം ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്കാ. ശിശുക്കളെ പോലെ ആയിത്തീരുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്ന് യേശു കർത്താവ് അവിടെ പറഞ്ഞു. ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് അതിനുണ്ട്. പാപമില്ലാത്ത അവസ്ഥ, വളരെ താഴ്മയുള്ള അവസ്ഥ, അങ്ങനെയൊക്കെ പല അവസ്ഥകൾ ശിശുക്കളോടുള്ള ബന്ധത്തിൽ പറയാറുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് നിങ്ങളോട് വേഗത്തിൽ ഒന്ന് പങ്കുവെക്കാം. ശിശുവായി തീരുക എന്ന് പറഞ്ഞാൽ വളർന്നു വരുമ്പം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു പക്വത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷ നിൽക്കുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് വളരെ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യവും പക്വത തന്നെയാണല്ലോ. അതുകൊണ്ട് പുതിയ ശിഷ്യൻ അരുത് എന്ന് പറയുന്നത്. ആ പക്വത എന്ന് പറയുമ്പം അതിന് വേറൊരു വാക്ക് ഇങ്ങനെയും പറയാം, ഒരു ഇന്നസെൻസ് നഷ്ടപ്പെടുക. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കത്വം നഷ്ടപ്പെടുക. നിഷ്കളങ്കത്വം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ യേശു എന്താ ശരിക്കും അവിടെ ഉദ്ദേശിച്ചത്? ഒരു ശിശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഒരു കുഞ്ഞിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ പ്രത്യേകത, നമ്മൾ ജീവിതത്തിൽ കണ്ടും കേട്ടും പരിചയിച്ചൊക്കെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷൻ്റെ മുന്നിൽ വന്നാലും അതിനെ ബുദ്ധി കൊണ്ട് നമ്മൾ നന്നായിട്ട് അളക്കും, നമ്മൾ അനലൈസ് ചെയ്യും. നമ്മുടെ മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്കറിയാം. എന്ത് നയം സ്വീകരിക്കണം, എന്ത് നിലപാടെടുക്കണം, അതെല്ലാം വളരെ നന്നായിട്ട് ബുദ്ധി കൊണ്ട് നമ്മൾ നന്നായിട്ട് അളക്കും. വരും വരായികകൾ, മുൻകൂട്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ, വൈകിയാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു അവബോധം ഒരു മെച്യൂർഡ് ആയിരിക്കുന്ന ഒരാളുടെ, ഒരു ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു ബ്രെയിൻ ഉള്ള ഒരാൾക്ക്, ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ആൻ അഡൾട്ട്, ഒരു വളർച്ച പ്രാപിച്ച ബുദ്ധിശക്തിയുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. എന്നാൽ ശുശ്രൂഷയുടെ മുഖത്ത് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ യേശു വളർച്ച പ്രാപിച്ച കാര്യങ്ങളെ നന്നായി ബുദ്ധി കൊണ്ട് അളന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തെടുക്കുകയും സമയത്ത് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കൂട്ടി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല യേശു. യേശു ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, പിതാവ് എന്ത് പറയുന്നു അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, പിതാവ് എന്ത് കാണിക്കുന്നു അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാ ആരംഭത്തിൽ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ്റെ ഒക്കെ മുന്നിൽ നിന്നപ്പം ഒരടയാളം, ഒരു പ്രവചന ദൂത്, ഒരു ദൈവിക ഇടപെടൽ, ഒരു തീരുമാനത്തിലേക്കൊന്ന് ചുവട് വെക്കാൻ വേണ്ടി കർത്താവ് നമ്മെ കമ്പല് ചെയ്ത ചില എൻകൗണ്ടറുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളവരൊന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നല്ല സമയം ഇപ്പം ഇരുന്നൊന്ന് ഓർക്കണം. അങ്ങനത്തെ ചില എൻകൗണ്ടേഴ്സാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനും എല്ലാവരും ഇതൊരു ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്ന സ്ഥാനമോ മാനമോ ജോലിയോ അവസ്ഥയെല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പം
അതിൻ്റെ മുന്നിൽ എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടാവുമെന്ന് കണ്ടിറങ്ങിയ ആൾക്കാരായിരിക്കണമെന്നില്ല. പക്ഷെ അതിൻ്റെ പുറകിൽ ഒറ്റൊന്നേ കണ്ടുള്ളൂ, വിളിച്ച ദൈവം എന്നെ പോറ്റാൻ വിശ്വസ്തനാണ് എന്ന് ഈ പുസ്തകത്തിൽ എണ്ണിയാൽ തീരാത്ത സാക്ഷ്യങ്ങളുടെ വലിയൊരു പട്ടിക ഉള്ളത് കൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ കർത്താവിന് പിന്നാലെ ഇറങ്ങിയത്. പക്ഷെ എവിടെയൊക്കെയോ ഒരു ശിശുവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് പൂർണ്ണമായി അവനെ മാത്രം നോക്കി പിൻപറ്റുന്നതിന് പകരം എൻ്റെ അനുഭവങ്ങളും എൻ്റെ പരിചയങ്ങളും എനിക്ക് വഴികാട്ടിയായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ശുശ്രൂഷയുടെ മുഖത്ത് അനുഭവിക്കുന്ന മന്ദതയ്ക്കും ശുശ്രൂഷയിൽ കാണുന്ന ഫലം താമസിക്കുന്നു, ഫലമില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൻ്റെയും കാരണം മറ്റൊന്നുമല്ല, ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നോട് അംഗീകരിക്കുന്നില്ലായിരിക്കും, കുഴപ്പമില്ല. മുന്നോട്ട് വചനം പറഞ്ഞു വരുമ്പം എൻ്റെയും പ്രശ്നം ഇതായിരുന്നു എന്നുള്ളത് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതും ഇച്ചിരി ഹാർഡ് ടൈംസിലൂടെയാണ്. ഒരു നല്ല ശുശ്രൂഷകൻ കണ്ടുപഠിക്കേണ്ടത് മറ്റൊരു നല്ല ശുശ്രൂഷകനെ അല്ല. ഒരു നല്ല ശുശ്രൂഷകനാകാൻ നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. യേശുവാണ് ശുശ്രൂഷയ്ക്ക് മാതൃക. നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞ് 3-ാം മാസത്തിൽ കമിഴ്ന്നു വീഴും, അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? ഏകദേശം 3-ാം മാസത്തിൽ ആ കുഞ്ഞ് കമിഴ്ന്നു വീഴും. ഒരു 8 മാസമൊക്കെ കഴിയുമ്പോൾ ആ കുഞ്ഞ് മുട്ടയിൽ എഴയാൻ തുടങ്ങും. ഏകദേശം 1 വയസ്സിനടുത്തൊക്കെ ആകുമ്പോഴത്തേനും പിച്ച വെച്ച് നടന്നു തുടങ്ങും. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ 3-ാം മാസത്തിൽ കമന്നു വീണ കുഞ്ഞ് വീട്ടിൽ വരുന്ന എല്ലാവരോടും ഞാൻ കമന്നു വീണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കുഞ്ഞും പറയത്തില്ല. കാരണം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കമന്നു വീണത് വലിയ കാര്യമൊന്നുമല്ല, അത് അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ അത് കമന്നു വീണോ, അത് മുട്ടയിലഴഞ്ഞോ എന്ന് നോക്കി നിൽക്കുന്ന, ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുന്നത് അപ്പനും അമ്മയോ. പിന്നെ വീട്ടിൽ ആര് വന്നാലും അപ്പനും അമ്മയോ പറയുന്നത് കുഞ്ഞ് ഇന്നലെ കമന്നു വീണെന്ന്. മുട്ടയിലഴഞ്ഞെന്നും തത്തി തത്തി നടക്കാൻ തുടങ്ങിയെന്നുള്ളതിന്റെ സന്തോഷം മുഴുവൻ അപ്പനും അമ്മയ്ക്കുമാണ്. പക്ഷെ ഈ കുഞ്ഞിനെങ്ങനെ മനസ്സിലായത് 2 കാലിൽ എഴുന്നേറ്റാ നടക്കണ്ടേന്ന്? അല്ല, ജനിച്ചപ്പോ ഈ 2 കാലുണ്ടെന്നല്ലേ ഉള്ളൂ, നടന്നില്ലല്ലോ കുഞ്ഞെ. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി 2 കാലേ ചവിട്ടിയാ നടക്കണ്ടേന്ന്? കാരണം നിന്റെ അപ്പൻ 2 കാലേ ചവിട്ടിയാ നടക്കുന്നത്, നിന്റെ അമ്മ 2 കാലം ഉപയോഗിച്ചാ നടക്കുന്നത്, നിനക്ക് ചുറ്റും നീ കാണുന്നവരെല്ലാം 2 കാലം ഉപയോഗിച്ചാ നടക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിന് തോന്നി ഇവര് ചെയ്യുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നതിന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം: ശുശ്രൂഷ വേറെ ഒന്നുമല്ല, ശുശ്രൂഷ പഠിച്ചെടുക്കുന്ന സാധനമല്ല, ശുശ്രൂഷ യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. യേശു എന്ത് ചെയ്തോ അത് ഇമിറ്റേറ്റ് ചെയ്യുക. യേശു എങ്ങനെയായിരുന്നോ അതുപോലെ ആയിത്തീരാൻ അവനെ നോക്കി പിൻപറ്റുന്നത് മാത്രമാണ് ശുശ്രൂഷ. എൻ്റെ ശൈലിയല്ല, എൻ്റെ രീതിയല്ല, എൻ്റെ ഒരു സ്റ്റൈലുമല്ല ശുശ്രൂഷ. ശുശ്രൂഷ യേശു കാണിച്ചത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കൂടെ നടന്ന യോശുവ, മോശയുടെ കാലം അവസാനിക്കാറായപ്പം മോശക്ക് പോലും ഡൗട്ടുണ്ടായിരുന്നു അടുത്ത ആരെ എഴുന്നേൽപ്പിക്കണമെന്ന്. ദൈവത്തിന് ഡൗട്ടില്ല. ദൈവത്തിന് ഡൗട്ടില്ലാത്തതിന്റെ കാര്യം മോശയെ വിട്ടുപിരിയാത്ത യോശുവെ കണ്ടിട്ടല്ല, ആലയം വിട്ടുപിരിയാത്ത യോശുവെ കണ്ടതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് പകലിൽ ആ സാന്നിധ്യത്തെ വിട്ടുപിരിയാതിരിക്കാൻ കൊതിക്കുന്നുണ്ട്? ഈ മീറ്റിംഗ് ഒരു കാത്തിരിപ്പ് യോഗമാണ്. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ സെഷൻ ഇത് എനിക്ക് അലോട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരിച്ചിരി ആശ്ചര്യം തോന്നി. കാരണം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് സഭാവിശ്വാസികളെ അല്ല, ശുശ്രൂഷയിൽ നിൽക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരുമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ നമുക്കെല്ലാം അറിയാലോ. അപ്പൊ ഇനി എന്തുവാ കാത്തിരിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിലപ്പം കാത്തിരിക്കുന്ന വൈകിട്ടത്തെ ടീ ബ്രേക്കിനായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വാക്യം ഒന്ന് വായിക്കാം, നമുക്ക് കാത്തിരിക്കാനുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഞങ്ങളോ
വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ മാത്രമല്ല, പൗലോസിന്റെ പുതിയ നിയമ ലേഖനങ്ങൾക്കകത്തെല്ലാം ഒരു വളരെ പ്രതിപാദ്യമായൊരു വിഷയമാണല്ലോ വിശ്വാസത്താലുള്ള നീതീകരണം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുവരെ ന്യായപ്രമാണത്തിൽ തികവുള്ളവനും ഗമാലിയലിന്റെ കാൽക്കല്ലിരുന്ന് പഠിച്ചവനും ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ളവനും തന്റെ സമപ്രായക്കാരിൽ വേറെ ആരെക്കാളും ഹി വാസ് സെലസ് എന്ന് എഴുതിയിരിക്കുന്നത്. വളരെ എരിവുള്ളവനായിരുന്നു പൗലോസ്. പ്രവർത്തിയാലുള്ള നീതീകരണം എന്നുള്ളത് യഹൂദന്റെ മാത്രം ഒരു അടിസ്ഥാനമായിരുന്നില്ല. യഹൂദൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ കൂടെ അടിത്തറയായിരുന്നു പ്രവർത്തിയാൽ ദൈവം മുൻപാകെ നീതീകരിക്കപ്പെടുന്ന ഒരു ജനത എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ പാർക്കുന്ന ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ ജനതയ്ക്ക് അവർക്ക് ദൈവം കൊടുത്ത പ്രമാണത്തിന്റെ ആണിക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. അവരതിനങ്ങനെ മനസ്സിലാക്കി പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ നീതീകരിക്കപ്പെടാൻ കഴിവുള്ള ഒരേ ഒരു ജനത ഇസ്രായേലാണ്. അത് പഠിച്ച് അതിൽ നല്ല തിട്ടം വന്ന പൗലോസ് പക്ഷെ വെളിപ്പാടിനാൽ അവന്റെ സകല അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും അടിവേരിനെ പരിശുദ്ധാത്മാവ് ഇളക്കിയപ്പം ഒരു രാഷ്ട്രത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്ന ഉപദേശത്തിന്റെ നേരെ വിപരീതമായ ഒരു സാധനം പൗലോസ് പ്രസംഗിക്കുക. ദൈവ മുൻപാകെ നീതീകരിക്കപ്പെടുന്നത് ഒരു വിശുദ്ധി പ്രവൃത്തി കൊണ്ടുമല്ല, ദൈവപുത്രനായ യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രനിലുള്ള വിശ്വാസമാണ് എൻ്റെ നീതിയുടെ ആധാരം. രക്ഷയ്ക്ക് ത്രികാല അനുഭവം ഉണ്ടെന്നുള്ളതൊന്നും ഞാനിനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതെല്ലാം നന്നായി അറിയാവുന്ന ദൈവദാസന്മാരാണല്ലോ. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെടും. വിശ്വസിച്ച പൗലോസെ, രക്ഷിക്കപ്പെട്ടില്ലേ? നീ പെട്ടു, നിന്റെ ആത്മാവിന് രക്ഷ സംഭവിച്ചു. എന്നാൽ പൂർണ്ണമായ ഒരു റിഡംഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പൗലോസിന്റെ സഭയോടുള്ള വാക്കുകളാണ് വി ആർ വെയിറ്റിംഗ് സ്റ്റിൽ. ഞങ്ങൾ കാത്തിരിക്കുക. ഞങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാ കാത്തിരിക്കുന്നത്? ഒന്ന്, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാനല്ല, മറിച്ച് എന്നെ വിളിച്ച ശുശ്രൂഷക്കകത്ത് എന്നെ നീതീകരിച്ച ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടുന്നതിന് വേണ്ടി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നെ കേൾക്കുന്ന എത്ര പേര് ഈ സമയത്തും കാത്തിരിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. കാത്തിരിക്കാൻ തയ്യാറാണോ? കാത്തിരിക്കാൻ, ശക്തിയെ പുതുക്കാൻ, ശക്തി പുതുകണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യമാണ്. കാരണം ഇത് പഴകാൻ സാധ്യതയുണ്ട്, വീര്യം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്, ദർശനം മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ വീര്യം ചോർത്താൻ, ദർശനം മങ്ങിപ്പോകാൻ, നിന്റെ ചുറ്റിനും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അങ്ങനെയുള്ളതായിരിക്കുമ്പോൾ കാത്തിരിക്കുന്ന ഒരുവന് മാത്രമേ ശക്തിയെ പുതുക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കാൻ തയ്യാറാണോ? 3.5 വർഷം കൂടെ നടന്നതല്ലേ പത്രോസേ? യോഹന്നാനെ 3.5 വർഷം കൂടെ നടന്നതല്ലേ? പിന്നെ എന്തിനാ മാളിക മുറി കാത്തിരിക്കുന്നേ? നിങ്ങളുടെ മേൽ ഊതിയിട്ട് ആത്മാവിനെ പ്രാപിക്കുന്ന യേശു പറഞ്ഞതല്ലേ, പ്രാപിച്ചതല്ലേ? പിന്നെ എന്തിനാ കാത്തിരിക്കുന്നേ? ബുദ്ധി കൊണ്ട് ചോദിച്ചാൽ 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ എന്തിനാ ഇതെല്ലാം വിട്ടുവന്ന് കാത്തിരിക്കുന്നത്? അവൻ പറഞ്ഞത് ഇനിയും നിറവേറാനുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നാം ചെയ്തതോ ഇതുവരെ ഓടിയതോ അല്ല, ഇനിയും മഹത്വരമായത് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ എന്നിലൂടെ നിങ്ങളിലൂടെ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരൊറ്റ ദൗത്യമേ ബാക്കിയുള്ളൂ: കാത്തിരിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക. ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നതായിരിക്കും ചിലപ്പം ചുറ്റിനും സംഭവിക്കുന്നതെല്ലാം. ഞാൻ വേഗത്തിൽ 1-2 ഇൻസിഡൻസ് കാത്തിരുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുക. ദൈവം ഒരു മനുഷ്യനോട് അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം സംഭവിക്കുമെന്ന് പഴയ നിയമത്തിനകത്ത്, ഇൻഫെക്റ്റ് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ പ്രമാണങ്ങളൊക്കെ നൽകപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഒരു പ്രളയം വരാൻ പോവാ. ഇറ്റ്സ് എ ജഡ്ജ്മെന്റ്, ഒരു ന്യായവിധിയാണ്.
ആ ന്യായവിധി വരുന്നതിന് മുമ്പ് നോഹ, നീ ഒരു കാര്യം ചെയ്യണം. ഫസ്റ്റ് തിങ്, യു ഹാവ് ടു പ്രീച്ച്. നീ പ്രസംഗിക്കണം. പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. നീതി പ്രസംഗിയായ നോഹ, അല്ലേ? നോഹ പ്രസംഗിക്കുക. എന്താ നോഹ നീ പ്രസംഗിക്കുന്നേ? നീ പ്രസംഗിക്കുന്ന കാര്യം വല്ലവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ അന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് നോഹ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മഴ പെയ്യും. മഴ പെയ്തിട്ടില്ല. നോഹ എന്ത് ഫൂളിഷ്നെസ് ആയി പറയുന്നത്. ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാർ പറഞ്ഞു ദിസ് ഈസ് ഇറലവന്റ്. ഇതിന് ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞങ്ങൾ ഇന്നുവരെ അത് അനുഭവിച്ചിട്ടില്ല. ഇറ്റ്സ് ടോട്ടലി ഫൂളിഷ്നെസ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭകളിൽ കഴിഞ്ഞൊരു തലമുറ കടവും രോഗവും ഭാരവും അത്രയും വിഷയങ്ങളൊക്കെ ശുശ്രൂഷിച്ചാൽ അത് ഏറ്റെടുക്കുന്ന, വിടുതൽ പ്രാപിക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു. പക്ഷെ അടുത്തൊരു തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? കടവും രോഗവും ഭാരവും ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവരെ ബാധിക്കുന്ന വിഷയം ദൈവമേ ഇല്ല. ഈ മെസ്സേജ് ടോട്ടലി ഇറലവൻ്റാ. നിങ്ങൾ ഈ പറയുന്ന സാധനം കാലഹരണപ്പെട്ടു പോയൊരു മെസ്സേജാണ്. AI-യും റോബോട്ടിക്സും ഫിസിക്സും ആസ്ട്രോളജിയും ആസ്ട്രോഫിസിക്സും ക്രിപ്റ്റോ കറൻസിയും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും കോർട്ടിസോളും എൻസൈംസും ഹോർമോണും അവരുടെ ലോകം വേറെയാന്നേ. Are we bothered about the next generation? അടുത്തൊരു തലമുറയെ കുറിച്ച് ബോധവാന്മാരാണോ നമ്മൾ? എനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ പറയുന്ന ഈ ഭാരത്തിന്റെ മെസ്സേജും വിടുതലും മതിയായിരുന്നു. പക്ഷെ കൺവിക്ഷൻ ഉള്ള, അറിവിന്റെ ലോകം മുഴുവൻ വിരൽത്തുമ്പിലുള്ള AI എന്ന് പറയുന്ന കാലഘട്ടം, ഒരു ക്യാമറ വേണ്ട, അഭിനയിക്കാൻ ഒരു കുഞ്ഞു വേണ്ട, സുഖമായിട്ടൊരു വീഡിയോ പിടിക്കാവുന്ന കാലഘട്ടം. ആർക്കും ആരെ കൊണ്ടും, ഐസക് ന്യൂട്ടനെ കൊണ്ടും മലയാളം പറയിക്കുന്ന പിള്ളേരുണ്ടെന്നേ. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത് ഐസക് ന്യൂട്ടൻ മലയാളത്തിൽ പറഞ്ഞു ആപ്പിൾ എൻ്റെ തലയിലല്ല വീണത്, അവിടെ സൈഡിലാണ് വീണത്. അത്ര പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്കെന്താ ഈ ജനതയോട് പറയാനുള്ള മെസ്സേജ്? ഇത് പുതിയതാക്കണോ? ഇതിന് അപ്ഡേറ്റ് വരുത്തണോ? വേണ്ട. ഒന്ന് നോഹയെ നിങ്ങളൊന്ന് നോക്കിയേ. നോഹ പ്രസംഗിച്ച സാധനം ആ കാലഘട്ടത്തിൽ സകലനും പറഞ്ഞു ദിസ് ഈസ് ഇറലവന്റ്. ഇത് കംപ്ലീറ്റ് ഫൂളിഷ്നെസ്സാ. ഒരൊറ്റ കുഞ്ഞ് ആ സാധനം വിശ്വസിച്ചില്ല. ആകെ നോഹയെ വിശ്വസിച്ചത് വീട്ടിലുള്ളവർ മാത്രമാണ്. 500-ാമത്തെ വയസ്സ് വരെ കുഞ്ഞുങ്ങളുണ്ടായെന്നുള്ള ചരിത്രം പറഞ്ഞിട്ട് 600-ാമത്തെ വയസ്സിൽ പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പം 100 വർഷം നോഹയ്ക്ക് അടുത്ത ജനറേഷനോട് ഈ മെസ്സേജ് പറയാൻ പറ്റി. 100 വർഷം അടുത്ത ജനറേഷനോട് ഈ മെസ്സേജ് പറഞ്ഞപ്പം അവർ ഫ്രം ദ ബിഗിനിങ് അവർ കേട്ടോണ്ടിരിക്കുന്നത് പുറത്തൊരു ലോകം. മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവര് തിന്നാനിരുന്നു, അവര് വിവാഹത്തിന് കൊടുത്തു, വിവാഹത്തിനെടുത്തു. They were busy doing their things. അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് തിരക്കുള്ളൊരു ലോകം. എന്തിന്റെ പിന്നാലെ ഓടണമെന്ന് ചോദിച്ചാൽ ദൈവം ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും പിന്നാലെ ഓടാമെന്ന് നിശ്ചയിച്ച ഒരു ലോകത്തിന്റെ നടുവിൽ ഈ വളർന്നു വരുന്ന നോഹയുടെ 3 പിള്ളേരും ഒരു മെസ്സേജ് ഡെയിലി അപ്പന്റെ വായിന്ന് കേൾക്കുന്നുണ്ട്. ഇത് സകലതും തീരാൻ പോവാ. God is going to do something new. ദൈവം ചിലത് പുതിയത് ചെയ്യാൻ പോവാ. ദേവദാസന്മാരെ, നമ്മളോടൊന്ന് ചോദിച്ചേ, എന്റെ സഭയിലെ ഒരു കുഞ്ഞുങ്ങൾക്കും നമ്മൾ പറയുന്ന മെസ്സേജ് റെലവന്റ് ആണെന്ന് തോന്നിയെന്ന് വരത്തില്ല. പരസ്യയോഗം നടത്തുന്ന ദൈവദാസന്മാരും ബഹുമാന്യരായവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഈ കവലകളിൽ നിന്ന് പ്രസംഗിക്കുമ്പം വഴിയെ പോകുന്നവൻ ചെവി പൊത്തി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അലോസരമാണെന്ന് പറയുമായിരിക്കാം. പക്ഷെ എന്റെ വീട്ടിനകത്ത് അടുത്തൊരു തലമുറയ്ക്ക് ഇത് റെലവന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ എന്നെങ്കിലും? തോന്നേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിനകത്ത് AI വേണ്ട, ഇതിനകത്ത് റോബോട്ടിക്സ് വേണ്ട. പക്ഷെ നോഹേ, നീ പറയുന്ന മെസ്സേജ് നിന്റെ ലൈഫാണെന്ന് പിള്ളേർ കാണണം. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
നോഹ എന്തോ ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്? മഴ പെയ്യും, സകലതും നശിക്കും, ദൈവത്തിനൊരു ന്യായവിധി വെളിപ്പെടാൻ പോവാ, പക്ഷെ രക്ഷയ്ക്കൊരു വഴിയുണ്ട്, ഒരു പെട്ടകം ഒരുങ്ങുന്നുണ്ടെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നോഹേ, നീ ഇനി അടുത്ത 100 വർഷം ഈ പെട്ടകമല്ലാതെ ഒരു സാധനം ഈ ഭൂമിയിൽ സ്വരുക്കൂട്ടരുത്. അടുത്ത 100 വർഷം നോഹ നിന്നെ ഏൽപ്പിച്ച ദൗത്യം പെട്ടകം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ നീ വേറെ ഒരു പണിക്ക് പോകരുത്. Praise the Lord. എന്താ ഇന്നത്തെ തലമുറയ്ക്ക് പെന്തക്കോസ് ഒരു ബോറിംഗ് സാധനമെന്ന് തോന്നാൻ കാര്യം എന്നറിയാമോ? പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറൊന്നുമാ. കർത്താവ് വരുമെന്ന് പ്രസംഗിച്ചിട്ട് കർത്താവ് വരുമെന്ന് വിശ്വസിക്കാത്ത അപ്പനെയും അമ്മയും പാസ്റ്ററേയും കണ്ടു വളരുന്ന തലമുറയ്ക്ക് ഇത് ഇറലവന്റ് ആകും. പക്ഷെ മഴ പെയ്യുമെന്ന് പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിലൊരു ദൂത് പറയാം. നോഹ, നിന്റെ പിള്ളേർക്കകത്ത് ഒരു പക്ഷെ ഒരു സംശയം തോന്നിയാലും അതിന് മഴ പെയ്യുന്നത് വരെ ആയുസുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ പറയുന്ന സുവിശേഷത്തിന്റെ പ്രവൃത്തി ആകാശം കീറി വെളിപ്പെട്ടാൽ അതുവരെ മറുതലിക്കുന്ന ഒരു തലമുറയ്ക്ക് ആയുസുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് എവിടെയും ആരോടും പറഞ്ഞിട്ടില്ല വർഷിപ്പ് മീ. ഇല്ല. പുതിയ നിയമത്തിൽ ഒരിടത്തും യേശു ഒരു കുഞ്ഞിനോട് പോലും എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കാലിയായ പടകിലിരുന്ന് വല നന്നാക്കുന്നവരെയും കുത്തിനു പിടിച്ച് ചുങ്കം വാങ്ങുന്നവരെയും തൊട്ടിട്ട് യേശു പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, ഫോളോ മീ. എന്നെ അനുഗമിപ്പിൻ. Walk in the footsteps that I have walked. ഞാൻ നടന്ന വഴിയെ എന്റെ പിന്നാലെ നടക്കണം. Praise the Lord. ആരാധിക്കാൻ എളുപ്പമാ. ആവശ്യ നേരം വന്നാൽ ആരാധിക്കാൻ നമുക്ക് എളുപ്പമാ. ബുദ്ധിമുട്ട് വന്നാൽ ആരാധിക്കാൻ എളുപ്പമാ. പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിലും ഇല്ലെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അനുഗമിക്കണമെങ്കിൽ ഇവൻ കൊള്ളാകുന്നവനാണെന്നറിയണം. Praise the Lord. യേശു പറഞ്ഞു ഫോളോ മീ. എന്നെ അനുഗമിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ, വിളി കേട്ടിറങ്ങിയതല്ലേ അബ്രഹാം, വാഗ്ദത്തം കേട്ടിറങ്ങിയതല്ലേ, കാത്തിരിക്കാനല്ലേ പറഞ്ഞത്. പക്ഷെ കാത്തിരിക്കുന്നതിനിടയിൽ ഹാഗാറിൽ കുഞ്ഞുണ്ടാകുമെന്ന് നിന്നോടാരാ അബ്രഹാമേ പറഞ്ഞത്? അത് നിന്റെ ബുദ്ധി. പ്രൈസ് ദി ലോർഡ്. അത് സാറായുടെ വാക്കാണെന്ന് പറഞ്ഞാലും ദൈവം പിന്നെ അബ്രഹാമിനോട് പറയുന്ന ഒരു പ്രിക്കോഷണറി വാർണിംഗ് ഉണ്ട്. അബ്രഹാമേ, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേറൊരു ദൗത്യമില്ല. ഇതെങ്ങനെ സാധിപ്പിച്ചെടുക്കാം? ഇത് നിന്റെ പ്ലാൻ അല്ല, ഇതെന്റെ പ്ലാനാ. ശുശ്രൂഷ എങ്ങനെ വിജയിക്കും? എന്റെ പദ്ധതിയല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. പ്രൈസ് ദി ലോർഡ്. ആക്കി വെച്ച ദേശത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, മഴ പെയ്ക്കുമെന്ന് പറഞ്ഞവൻ മഴ പെയ്ക്കാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകലിൽ? ദൈവദാസന്മാരെ, നിങ്ങളെ വിളിച്ച ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നിന്നെ ആക്കി വെച്ച സ്ഥലം തെറ്റുപറ്റിയതല്ല. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അബദ്ധമല്ല. ശമന ഹതുരമനക രഗതനക ശൈതരാധന. ഇന്ന് പകലിൽ മഴ താമസിക്കുന്നുണ്ടെങ്കിൽ, വാഗ്ദത്തം താമസിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ കാരണം, എവിടെയൊക്കെയോ ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് പദ്ധതിയിട്ടു. ഹല്ലേലൂയ. അതൊരു ജഡ്ജ്മെന്റ് അല്ലേ ദൈവം പറഞ്ഞു മഴ പെയ്യുമെന്നുള്ളത്. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം പറഞ്ഞു ജഡ്ജ്മെന്റ്, ഞാനൊരു ക്രൂരനായ ദൈവമായി സകലവും തീർക്കാനല്ല, ഇതിന്റെ നടുവിലും രക്ഷിപ്പിന് എനിക്കൊരു പദ്ധതിയുണ്ട്. ഞാനൊരു പെട്ടകം തയ്യാറാക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ പെട്ടകം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭൂമിയിലുള്ള ഇന്നിപ്പം കുറേ എണ്ണം വംശനാശം സംഭവിച്ചു. അന്ന് അത്രയും കൂടെ സ്പീഷീസ് അധികം ഉണ്ടായിരുന്നു. സകലത്തിൽ നിന്ന് ഈരണ്ടെണ്ണം വെച്ച് കയറ്റണം.
അപ്പൊ ഈ പെട്ടകം എന്നാ വലുതാന്നേ. ഇനി അതിനെല്ലാത്തിനുള്ള ആഹാരം ശേഖരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറ, ആനയ്ക്ക് ഇട്ട് കൊടുക്കുന്ന എന്താ മറ്റേ പനയല്ലേ, പനമ്പട്ട. എത്ര ദിവസം ഈ മഴ നിന്ന് പെയ്തു എന്നുള്ള അറിയാം. ഒരാനയ്ക്ക് കൊടുക്കണമെങ്കിൽ തന്നെ എന്തോരം വാങ്ങി ശേഖരിക്കണം. പോട്ടെ, ആന വെജിറ്റേറിയൻ ആണെങ്കിലും പറയാം. ഇതിനകത്ത് നോൺ വെജ് പുള്ളികളില്ലേ, എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? പോട്ടെ, നോഹ നിനക്കും പിള്ളേർക്കും എവിടുന്ന് കിട്ടും? നീ പെട്ടകത്തിനകത്താണെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു കരുതൽ ഇതിനകത്ത് ദൈവം കരുതിയിട്ടുണ്ട്. അത് തപ്പി പാടുപെടണ്ട. എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട ദൈവദാസൻ അത് പറഞ്ഞു. അത് വിട്ടോടണം. കാരണം അതിന്റെ പിന്നാലെ ഓടിയാൽ അത് എന്നെയും വലിച്ചുകൊണ്ട് പോകും. പക്ഷെ ഞാൻ അവന്റെ പിന്നാലെ ഓടിയാൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഞാൻ ഓടുന്നത് ഇതിനു വേണ്ടിയല്ല, ഞാൻ ഓടുന്നത് വിളിച്ചവന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പെട്ടകത്തിനകത്ത് കരുതൽ ഉണ്ടെന്ന് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ആരെ ഓർത്ത ഭാരം? തലമുറയാണോ, സാമ്പത്തികമാണോ, ഞെരുക്കമാണോ? പെട്ടകം നിനക്ക് വേണ്ടി കരുതാൻ മതിയായതാണ്. വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. 100 വർഷക്കാലം ഏകദേശം നോഹ ഈ പ്രസംഗിച്ചത്. ഈ 100 വർഷവും ഒരാത്മാവിനെ പോലും നേടിയില്ല എന്നുള്ളതാ. ഒരു കുഞ്ഞു പോലും വിശ്വസിച്ചില്ല. എന്താ ദൈവകൃപ? ഞാൻ സാധാരണ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറയാം. മോശയുടെ ദൈവത്തിന്റെ നിയോഗം മനസ്സിലാക്കി മോശ നടക്കാൻ തുടങ്ങിയ അവസാനത്തെ 40 വർഷം മരുഭൂമിയിൽ ഈ ജനം കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല. എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഒരു കുഞ്ഞും കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു കുഞ്ഞും കണ്ടിട്ടില്ല. നമ്മൾ ആരെങ്കിലും ചെങ്കടൽ വിരിയുന്ന കണ്ടിട്ടുണ്ടോ? മഞ്ഞ മുറ്റത്ത് ഇങ്ങനെ വീണ് കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു അത്ഭുതം മാനവ ചരിത്രത്തിൽ പിന്നെ സംഭവിച്ചിട്ടില്ല. അതുപോലെ കരുതൽ ആ ജനം കണ്ടു. അതിനെ കൃപ എന്ന് വിളിച്ചോ, നല്ലതാ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മോശ ശരിക്കും ദൈവകൃപ അനുഭവിച്ചപ്പോഴാണെന്നറിയാമോ? മിദ്യാനിലെ 40 വർഷത്തിൽ ഒരു ദൈവശബ്ദം പോലും ഇല്ലാതിരിക്കുമ്പം, നിന്നെ വിളിച്ച നിയോഗത്തിനകത്ത് ഒരു ചെറിയ ചലനം പോലും സംഭവിക്കുന്നില്ലെന്ന് പറയുമ്പോഴും നിലനിർത്തിയതിന്റെ പേരാ ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ഒരു ദർശനം ഉണ്ടായിരുന്നില്ലേ? മിസ്രൈമ്യനെ ഒറ്റയടിക്ക് കൊല്ലുമ്പം മോശ, നിന്റെ അകത്തൊരു ദർശനം ഉണ്ടായിരുന്നു, നിന്റെ അകത്തൊരു എരിവുണ്ടായിരുന്നു. നിന്റെ അമ്മ നിന്റെ കാതിൽ പറഞ്ഞ് നിന്റെ ഉള്ളിൽ കയറ്റിയ ഒരു നിയോഗത്തിന്റെ ദൃഢതയുണ്ടായിരുന്നു. പക്ഷെ അടുത്ത 40 വർഷം മിദ്യാനിന്റെ ഊഷര മരുഭൂമി ഒരു ചലനവും കാണാതിരുന്നപ്പോഴും മോശേ, നീ വാടി പോകാതെ നിന്നെ നിർത്തിയതിന്റെ പേരാ ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. 40 വർഷം കാത്തിരിപ്പ് വെറുതെ ആയോ? നോഹ 100 വർഷത്തെ നിന്റെ പ്രസംഗം, ഒരു കുഞ്ഞു പോലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. കാത്തിരിപ്പ് വെറുതെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പം കൂടെ നടന്ന 3.5 വർഷക്കാലം അത്ഭുതം കണ്ട, അപ്പം ഭക്ഷിച്ച, സുവിശേഷം പറയാൻ ചെന്ന, ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം നടന്ന ആ ശിഷ്യന്മാരോട് യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ യേശുവിന്റെ അവസാനത്തെ ആ എന്താ പറയാ, ക്ലോസിങ് ഫെയർവെൽ സ്പീച്ചിനകത്ത് യേശു കർത്താവ് പറയാ, ഞാൻ പോവാ, ഐ എം ഗോയിങ്. പക്ഷെ ഞാൻ നിങ്ങളെ മിഷനെ ഏൽപ്പിച്ചു, സത്യമാ. പക്ഷെ ചാടിക്കറി ചെയ്യാൻ പോവല്ലേ. ഒരു കാര്യം കൂടി സംഭവിക്കണം, യു ഹാവ് ടു വെയിറ്റ്. കാത്തിരിക്കണം. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കും, someone of same kind. എന്റെ അതേപോലെ ഒരുവനെ ഞാൻ അയക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ നിങ്ങൾ അനുഭവിച്ചത്, അതുപോലെ അതേ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന, അതേ സാന്നിധ്യത്തെ തരാൻ കഴിയുന്ന ഒരു കാര്യസ്ഥനെ ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വരുമെന്നൊന്നും പറഞ്ഞില്ല, വരുമെന്നേ പറഞ്ഞുള്ളൂ. എത്ര ദിവസം കാത്തിരിക്കണമെന്നും പറഞ്ഞില്ല, കാത്തിരിക്കാനേ പറഞ്ഞുള്ളൂ.
അന്ന് വരെ ഇസ്രായേലിന് അറിയാവുന്ന ഒരു കാര്യം, യാഗങ്ങളിലെല്ലാം പോട്ടെ, കർമ്മേലിന്റെ മുകളിൽ ബാലിന്റെ ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് ദൈവത്തിന്റെ തീ ഇറക്കാൻ നിന്നപ്പോഴും ഇസ്രായേലിന് കണ്ടു പരിചയമുള്ള ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു തീ ഇറങ്ങിയാൽ അത് യാഗപീഠത്തിന്റെ മേലിറങ്ങും. യാഗവസ്തു ദഹിക്കും, സൗരഭ്യം ഉയരും, ദൈവപ്രസാദമാണെന്ന് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. വെട്ടാത്ത കല്ല് ചേർത്ത് വെച്ചുണ്ടാക്കിയ യാഗപീഠത്തിന്റെ മേലെ തീ ഇറങ്ങുന്നത് ഇസ്രായേലിൽ നീ കണ്ടിട്ടുണ്ട്. യാഗവസ്തു വെന്ത് തീരുന്നത് നീ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കൂടിയിരുന്ന ജനത്തോട്, അല്ലെങ്കിൽ ഈ കൂടിയിരിക്കാൻ പോകുന്ന ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, ഉയരത്തിൽ നിന്നൊരു ശക്തി വരും. അന്നു വരെ ഇസ്രായേൽ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അന്നു വരെ ഒരു ഇസ്രായേലിനും പരിചയമില്ല ഒരുവന്റെ മേൽ തീ വന്നിറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. യാഗപീഠത്തിൽ തീ ഇറങ്ങുന്നതേ കണ്ടിട്ടുള്ളൂ. പക്ഷെ 120 പേര് കൂടിയിരുന്ന മാളിക മുറിക്കകത്ത് ഒരുമനപ്പെട്ട് കാത്തിരുന്ന സകലവന്റെയും മേൽ ദൈവത്തിന്റെ തീ വന്നിറങ്ങുന്നത് ആരാണ്ട് കണ്ടെന്നല്ല, അവിടെ ഇരുന്ന സകലരും കണ്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കൂടിയിരിക്കുന്ന കൂടിയിരിപ്പ് അടുത്ത 6 ദിവസങ്ങൾ 5 ദിവസങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുമ്പം ഇതൊരു ഉത്സവ പ്രതീതി കഴിഞ്ഞു പോകാനല്ല, ഇതിനകത്ത് തീ വീഴണം. പ്രൈസ് ദി ലോർഡ്. അതെന്റെ മേൽ വീഴണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പോരാ, അതെന്റെ ഇടവും വലവും എന്റെ മുന്നിലും പുറകിലും ഇരിക്കുന്നവരുടെ മേൽ വീഴുന്നത് ഞാൻ കാണണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ഇൻഡിവിജ്വലിസം അല്ല, സിംഗുലാരിറ്റി അല്ല. ശുശ്രൂഷ ഇസ് എ കളക്റ്റീവ് തിങ്. കൂട്ടായ്മയാ ശുശ്രൂഷ. ശുശ്രൂഷ വ്യത്യസ്തമാ, ശുശ്രൂഷ പലവിധമാ. എല്ലാവരും പ്രസംഗിക്കുന്നവരാകണമെന്നില്ല, എല്ലാവരും എഴുത്തുകാരനാകണമെന്നില്ല, എല്ലാവരും പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്നവരാകണമെന്നില്ല. പക്ഷെ വ്യത്യസ്തമാണെങ്കിലും ഇതെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. അടുക്കളയെ കട്ട് ചെയ്യാൻ വേണ്ടി ഇടത്തെ കൈ ക്യാരറ്റ് എടുത്ത വലത്തെ കൈ കത്തിയെടുക്കും. പക്ഷെ വലത്തെ കൈ ഒരിക്കലും ഇടത്തെ കൈ വെട്ടത്തില്ല, ക്യാരറ്റിനെ വെട്ടത്തുള്ളൂ. സ്തോത്രം. കാരണം ഓർഡർ വന്ന് ഇവിടുന്ന തല പറഞ്ഞത് കൈ വെട്ടാനല്ല, ക്യാരറ്റ് വെട്ടാനാ. വല്ലതും ഉണ്ടാകണമെങ്കിൽ തല പറയുന്നത് കേട്ടൊരുമിച്ച് നിന്നാൽ അതിനകത്തൊരു പ്രവൃത്തിയുണ്ട്. തല പറയുന്നത് കേട്ടാൽ, തലയായവനോട് ചേർന്നിരുന്നാൽ. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം 5-ാം അധ്യായം ലിബർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം. ഇവിടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്ന ഗലാത്യരോട് ബുദ്ധിയുപദേശം പറയുന്നതാണ്, ന്യായപ്രമാണമല്ല കൃപയാലാണ് സംഭവിച്ചതെന്ന് പറയുക. പക്ഷെ താഴോട്ട് വായിച്ചു വരുമ്പം അവരോട് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. മലയാളം ട്രാൻസ്ലേഷൻ ഒരു കുഴപ്പമുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്കാനല്ല, കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റാത്ത ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ കൂട്ടുകാരനായത്. ലവ് യുവർ നെയ്ബർ എന്ന് എഴുതിയിരിക്കുന്നത്, അയൽവക്കക്കാരനെ. അതാരാണെന്നൊക്കെ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇപ്പം അയൽക്കാരനെ അങ്ങ് വിടാം. ഇതിനകത്ത് നമുക്ക് തമ്മിൽ കൈകോർക്കാനും, തമ്മിൽ കൈ കൊടുക്കാനും, തമ്മിൽ ഇടത് കൈ ചെയ്യേണ്ട ഇടത് കൈയും വലത് കൈ ചെയ്യേണ്ടത് വലത് കൈയും ചെയ്യാൻ പറ്റിയാൽ ഒരുമിച്ചൊരു ദൈവപ്രവൃത്തി സംഭവിക്കും. അല്ല എങ്കിൽ അടുത്ത വാക്യം കൂടെ വായിക്കാം. 15, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശുശ്രൂഷ ഒടുക്കിക്കളയാനല്ല, ശുശ്രൂഷ പണിയാനാ. അതെനിക്ക് നാക്കേലാണെങ്കിലും കയ്യേലാണെങ്കിലും ഒടുക്കാനല്ല, പണിയാനാ ശുശ്രൂഷ. പ്രസംഗിക്കാൻ ദൈവമാ ദൂത് തരുന്നതെങ്കിൽ ദൈവം ഒരുവനെ തകർക്കത്തില്ല, പണിയത്തേയുള്ളൂ. എഴുതാൻ ചൂലിക തരുന്നത് ദൈവമാണെങ്കിൽ നിന്റെ കൈപ്പട ഒരുത്തനെ കൊല്ലാനല്ല, ജീവിപ്പിക്കാനാ.
പ്രൈസ് ദി ലോർഡ്. അന്യോന്യം പണിതെടുക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പുതിയ ആളാണ്. എന്നെ മുഖപരിചയമുള്ളവർ അധികം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പ്രസ്ഥാനങ്ങളിലെ പുതിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ 3ാമത്തെ കൺവെൻഷനാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആദ്യത്തെ കൺവെൻഷന് വന്നപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അന്നീ തുറന്നു പറയുന്നതുകൊണ്ട് എന്നോടൊന്നും തോന്നല്ല, ഇത് കഴിയുമ്പോൾ ഇവനാണോടാ എന്ന് നോക്കി ഈ വെള്ള ഷർട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അലോസരമായിരുന്നു. എന്തോ ഒരു കാഴ്ചക്കൊരു സുഖമില്ലാത്തൊരു കാഴ്ച പോലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് വേറെ പുള്ളിയാന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കൂട്ടത്തിൽപ്പെടാത്ത, എന്താണ്ട് സ്പെഷ്യാലിറ്റി ഉള്ള. പക്ഷെ ദൈവം അതിനെ പൊളിച്ചെടുത്തു കഴിഞ്ഞപ്പം ആ കൂട്ടായ്മയ്ക്കകത്തുണ്ടാകുന്ന ഒരു സന്തോഷം എന്താണെന്ന്, കൂട്ടായ്മയ്ക്കകത്ത് വ്യാപരിക്കുന്ന ജീവൻ എന്തുവാണെന്ന്, കൂട്ടായി നിന്നാൽ എന്തെല്ലാം ദൈവം നമ്മളിലൂടെ ചെയ്യുമെന്നുള്ളത് അല്പമായിട്ടെങ്കിലും കാണാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയട്ടെ, ഞാൻ നിങ്ങളുടെ ഒരു കുഞ്ഞ് അനുജനാ. എന്നെക്കാളും പ്രായം കുറഞ്ഞ ആരെങ്കിലും ശുശ്രൂഷയിൽ വളരെ ചുരുക്കം എണ്ണാവുന്നവർ മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും മുതിർന്നവരാ. നമുക്ക് ഈ ദൈവം തന്ന ശുശ്രൂഷ തമ്മിൽ പണിതെടുക്കാനുള്ളതാണ്. നമുക്ക് ദൈവം തന്ന ഈ ശുശ്രൂഷ സഭയെ പണിയുക മാത്രമല്ല, ഈ കൂട്ടായ പ്രവർത്തനം, ഇത് ഒരുമിച്ചിരുന്ന് നമ്മളിൽ വ്യാപരിക്കുന്ന സ്നേഹം. വചനം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ പുറത്തുള്ളവർ മനസ്സിലാക്കും നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വേഷം കണ്ടിട്ടാണ് ഇന്ന് നമ്മളെ ക്രിസ്ത്യാനിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. എൻ്റെ പുറമെയുള്ള അപ്പിയറൻസ് കണ്ടിട്ട് ഞാൻ ബെന്തക്കോസുകാരനാണെന്ന് പറയുന്നത്. നമ്മുടെ സ്നേഹം കണ്ടിട്ട് ഇന്ന് ആരും പറയാറില്ല നമ്മൾ ബെന്തക്കോസുകാരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം വെച്ച ഐഡന്റിറ്റി എൻ്റെ ഷർട്ടോ എൻ്റെ പാൻറ്റോ എൻ്റെ ഫേസോ കണ്ടിട്ടല്ല. ദൈവം എന്നിൽ വെളിപ്പെട്ടാൽ, ക്രിസ്തു എന്നിൽ വെളിപ്പെട്ടാൽ, അവനെ കാണുമ്പോൾ, അവനിലുള്ള നമ്മുടെ ഐക്യത കാണുമ്പോഴാ പുറത്ത് ഒരുത്തന് മനസ്സിലാവേണ്ടത് ഇവര് ദൈവത്തിലുള്ളവരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം സ്നേഹിപ്പിൻ. ആരാ വലുതെന്നുള്ള തർക്കം അവർക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. യേശു പോയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയിൽ ഇടതും വലതും ആരിയ്ക്കും എന്നുള്ള ചോദ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ കാത്തിരിപ്പിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയേക്ക അവർക്ക് ഏക ഹൃദയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടവും കൊണ്ടിരുന്നാൽ ഒരു തീയും ഇറങ്ങത്തില്ല. എൻ്റെ സകല പ്ലാനും, എൻ്റെ സകല പദ്ധതിയും, എൻ്റെ എല്ലാ ഞാനെന്ന് പറയുന്ന സാധനങ്ങളെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് ദൈവത്തിന് എന്ത് ചെയ്യണമോ അത് മാത്രം സംഭവിക്കാൻ അടിയൻ ഇതാന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിക്കാമെങ്കിൽ ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്തത് ഈ കാലഘട്ടത്തിലും ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ശക്തിക്കൊന്നും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ ഇസ്രായേൽ കാണാത്തൊരു വലിയ അത്ഭുതം ആ മാളിക മുറിയിൽ സംഭവിച്ചു. അത് 120 പേര് കണ്ട് തൃപ്തി അടഞ്ഞു വീട്ടിൽ പോയെന്നല്ല, ആ പട്ടണത്തിൽ വന്നുകൂടിയവർ സകലരും വന്നു നിന്ന് ചോദിച്ചു ഇവർക്ക് എന്താ പറ്റിയെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ഉണർവുണ്ടാകണം. പക്ഷെ ആ ഉണർവ് ഈ ഹാളിനകത്തിരിക്കുന്ന ഇത്രയും പേര് കണ്ടിട്ട് പോകുന്നതിനെ അല്ല ഉണർവെന്ന് പറയുന്നത്. ആ ഉണർവ് ഒരു പട്ടണത്തെ ആകർഷിക്കണം, ഒരു സിറ്റി അറിയണം, ഒരു ദേശം അറിയണം ഇവിടെ ചിലത് സംഭവിക്കുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അങ്ങനെ ഒന്ന് ഏൽപ്പിക്കാമോ? നമ്മുടേതായ എല്ലാ ശുശ്രൂഷയെക്കുറിച്ചുള്ള ധാരണകളും ബ്ലൂ പ്രിന്റും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇത് ദേശം അറിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് രഹസ്യത്തിലുള്ള പരിപാടികളൊന്നുമില്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്ത് ആ ദേശം അറിയും. ഫൈനലായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഇനി ഒരു പ്രവൃത്തി കൂടെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ. അത് പറഞ്ഞത് ഈ പുസ്തകത്തിലുള്ളവരോട് മാത്രമല്ല, നമ്മളോടും കൂടെ. അതെന്തുവാ? അവന് വേണ്ടി കാത്തിരിക്കുന്നവരെയും അവനിൽ മരിച്ചവരെയും വീണ്ടെടുക്കാനും ഉയർപ്പിക്കാനും ദൈവം തൻ്റെ മഹത്വത്തിൽ മടങ്ങി വരുന്ന ഒരു 2ാം വരവ് കൂടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ആ ഒരു പ്രത്യാശ കൂടെ പൗലോസ് പറയുന്നുണ്ട്. ഞങ്ങളോ
വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. യേശു മടങ്ങി വരുമെന്നുള്ളത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മടങ്ങി വരുമെന്നുള്ളത് ഒരു കെട്ടുകഥയല്ല. അത് അങ്ങനാണെന്ന് പറയുന്ന ഒരു ലോകം പുറത്തുണ്ട്. പക്ഷെ അത് വിശ്വസിക്കുന്ന കൂട്ടമാ ഇന്ന് പകലിൽ ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ അവൻ പറഞ്ഞതുപോലെ അവൻ മടങ്ങി വരും. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുവാണെന്ന് ഉറപ്പുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. നോഹേ, അങ്ങനാണെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും കെട്ടിപ്പടുക്കാൻ നിനക്ക് വിളിയില്ല. പെട്ടകം പണിയുകയല്ലാതെ വേറെ ഒരു ദൗത്യം നിന്റെ മേലില്ല. ജനം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സാങ്കേതിക വിദ്യ വളർന്നാലും ഇല്ലെങ്കിലും, ലോകം ഇത് ഇറലവന്റ് ആണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും, ഇതെടുത്ത എനിക്കും നിങ്ങൾക്കും ഇതായിരിക്കണം ജീവശ്വാസം. ഈ പറഞ്ഞ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ദിവസങ്ങളിൽ ആത്മനിറവ് വേണം, ആത്മാവിന്റെ വലിയ പകർച്ച വേണം, പരിശുദ്ധാത്മാവിന്റെ വലിയ ഉണർവ് സംഭവിക്കണം. പക്ഷെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടി ആത്മാവിന്റെ ഉണർവ്? ഇവിടെ നന്നായി പാടുന്ന കൊയർ ടീമുണ്ട്. അവര് പ്രാർത്ഥിച്ചു ഒരുങ്ങി വന്നു നിന്ന് പാടുമ്പം വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യത്തിനകത്ത് തൃപ്തിപ്പെട്ടു പോകാനല്ല ഉണർവിനെ പകരുമെന്ന് ദൈവം പറഞ്ഞത്. ഇന്ന് പകലിൽ ദൈവദാസന്മാരെ നമ്മളോട് തന്നെ ഒന്ന് പറയണോന്നേ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടായാൽ അതിന്റെ പ്രകടമായ ഒന്നാമത്തെ അടയാളം അതിരുകളില്ലാതെ സ്നേഹിക്കാൻ പറ്റും, ഉപദ്രവിച്ചവനെയും ചേർത്ത് പിടിക്കാൻ പറ്റും, ഒറ്റിക്കൊടുത്തവനെയും മകനേന്ന് വിളിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, ആത്മാവിന്റെ നിറവ് എന്നെ കൈയടിപ്പിക്കാൻ വേണ്ടിയല്ല, ആത്മാവിന്റെ നിറവ് കസേര പൊളിക്കാനുമല്ല, ആത്മാവിന്റെ നിറവ് യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കേണ്ടുന്നതിനാണ്. ആത്മാവിന്റെ നിറവ് എനിക്കാവശ്യം യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ അതെന്റെ ബുദ്ധിക്കോ എന്റെ ഈ കൊച്ചു ഹൃദയത്തിനോ കഴിയത്തില്ല. അതെന്നിൽ ഉയരത്തിലെ ശക്തി നിഴലിട്ടെങ്കിലേ സാധ്യമാകുള്ളൂ. തള്ളിപ്പറഞ്ഞവനെ തള്ളിക്കളഞ്ഞതല്ല ക്രിസ്തീയ മാർഗം. തള്ളിപ്പറഞ്ഞവനെ ചേർത്തുപിടിച്ച് ആദ്യത്തെ പ്രസംഗം പ്രസംഗിപ്പിച്ചതാ ക്രിസ്ത്യാനിറ്റി. പത്രോസേ, നീ തള്ളിപ്പറഞ്ഞവനാ, പക്ഷെ നീ തന്നെ ഈ യേശുവിനെ ഉയർത്തിയാൽ അത് ജനത്തിന്റെ ഹൃദയത്തെ കുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൃപ അനുഭവിച്ചവരല്ലേ നമ്മള്? എന്റെ എണ്ണമില്ലാത്ത പാപത്തെ കഴുകിക്കളഞ്ഞല്ലേ കർത്താവ്. വിശ്വാസത്താലുള്ള നീതീകരണം അത് പ്രത്യാശ നിവൃത്തി സംഭവിക്കുമെന്ന് ആത്മാവിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യാശ കാരണമാ ഞാൻ ഇന്ന് അവന്റെ കൃപ അനുഭവിക്കുന്നതെങ്കിൽ എനിക്ക് വേറൊരുവനോട് ആ സ്നേഹത്തെ തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്നെ ഭരിക്കുന്നത് ദൈവാത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കുന്നത് വചനമായിരിക്കാം, പക്ഷെ എൻ്റെ ഹൃദയത്തിന് എന്നെ ഉപദ്രവിച്ചവനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് കേവലം വാക്കുകളാണ്. ഇന്ന് പകൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിക്കാമോ? ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനക്കകത്ത് ആവർത്തിച്ചു പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. അന്നുള്ള അപ്പം തരണമെന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ക്ഷമിക്കാൻ കഴിയണം. കാരണം എന്തുവാ? കണ്ടീഷൻ ഇല്ലാതെ എന്നോട് ക്ഷമിച്ചതാ ദൈവം. മടങ്ങി വന്ന ധൂർത്തുപുത്രനെ ചെലവാക്കിയതിൻ്റെയോ നഷ്ടമാക്കിയതിൻ്റെയോ കണക്ക് ചോദിക്കാതെ, അവൻ്റെ ഉടുപ്പിനെ അവൻ്റെ എക്സ്ക്യൂസിനെയോ അവൻ്റെ ന്യായീകരണത്തെയോ കേൾക്കാൻ നിൽക്കാതെ അവൻ്റെ ഉടുപ്പ് മാറ്റി അവൻ്റെ കൈക്ക് മോതിരമിട്ട് കാലിന് ചെരുപ്പിട്ട് വീട്ടിനകത്ത് കൈക്കൊണ്ട ഒരപ്പൻ്റെ കൃപയാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെങ്കിൽ ആ കൃപ പകർന്നു കൊടുക്കാൻ കഴിയണം.
ഒരു നിമിഷം ഒന്ന് ഏൽപ്പിക്കാമോ? ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ഒരു ശിശുവിൻ്റെ ഹൃദയത്തോടെ അവനെ വിശ്വസിക്കാൻ നമുക്ക് തയ്യാറാവണം. ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറാകണം. അത് കാണുന്ന ഒരു തലമുറ മാത്രമേ, അടുത്ത ഒരു തലമുറ അത് കണ്ടെങ്കിലേ ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നും ഇത് ജീവനുള്ളതാണെന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അതിനിന്ന് പകലിൽ നമ്മളിൽ സംഭവിക്കേണ്ടുന്ന ഒരു കഴുകലുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറാകും? കർത്താവ്, എന്നെ ഒന്ന് കഴുകണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത കയ്പുകൾ, നീറുന്ന വേദനകൾ, ആരോടെങ്കിലും മുഖം കൊടുക്കാൻ കഴിയാത്ത, ഒരു വാക്ക് മിണ്ടാൻ കഴിയാത്ത അകൽച്ചകൾ, പിണക്കങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവ്, എന്നെ ഒന്ന് കഴുകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗീയ തീ എൻ്റെ മേലൊന്ന് കത്തേണ്ടുന്നതിന് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചാട്ടെ. പറ്റുമെങ്കിൽ ദൈവദാസന്മാരെ, നിങ്ങൾ അടുത്തിരിക്കുന്നവരൊന്ന് കരങ്ങളെ കോർത്തു പിടിക്കാം. ഒരു പാട്ട് പാടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കും. നിങ്ങൾ അടുത്തിരിക്കുന്നവരൊന്ന് കരങ്ങളെ ഒന്ന് കോർത്തു പിടിക്കാമോ? ഒരു ശരീരം എന്ന പോലെ ഒരുമിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ, ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വത്തെ ഈ തലമുറയിൽ ഒന്ന് വെളിപ്പെടുത്താൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്നൊന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, എന്നെ ഒന്ന് കഴുകണം. ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ തന്ന് സ്ഥിരമായ ഒരു ആത്മാവിനെ പണിയണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലൊന്ന് അടച്ചാട്ടെ. ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ്, ഇന്ന് പകലിൽ ഈ ഹാളിനകത്ത് കൂടിയിരിക്കുന്ന, ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളെ വിളിച്ച ദൈവത്തിനൊരു അബദ്ധം സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതികൾ ഫ്യൂട്ടൈൽ അല്ല, ഫൂളിഷ് അല്ല. ഹി ഹാസ് കാൽക്കുലേറ്റഡ് ഇറ്റ്. ദൈവത്തിന്റെ പ്രവർത്തികൾ തികവുള്ളതാണ്. ഇന്ന് പകലിലും ആ ദൈവം നമ്മെ വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കാൻ അവൻ മതിയായവനാണ്. ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച് ഹല്ലേലൂയ സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, എന്നെ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഈ വൈകുന്നേര സമയം ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ നിറവ്, ഒരു വലിയ പകർച്ച ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു പുതിയ മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണം. ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സമയം അനുവദിച്ച പ്രിയ കൗൺസിലിന്, മറ്റ് നേതൃനിരയിലുള്ള എല്ലാ ബഹുമാനീയ ദൈവദാസന്മാരോടും വേദിയിലിരിക്കുന്ന, സദസ്സിലിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചേർന്നുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവനദി കടപ്പാണ്. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നീരുറവ ദൈവം നമുക്ക് തുറക്കുവാൻ. ചേർന്നുപാടി കർത്താവിനെ ആരാധിക്കാം. ഒട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദി കടപ്പാൻ. ഒട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ എന്ന് തുറക്കാനാ. നീന്തിയിട്ടല്ല
കയറ്റാം